ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും സെറ്റായിട്ട് നിങ്ങളെ ആനുവൽ എക്സാമിലെ നിങ്ങളെ വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. നല്ല മക്കളായിട്ട് എൻ്റെ മക്കളെ എല്ലാവരും പഠിക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയാം. അപ്പോൾ മാത്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ് മാറിയതിൻ്റെ ടെൻഷനായിരിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കുക. ഒരു കാരണവശാലും എൻ്റെ മക്കൾ പേടിക്കേണ്ട. കാരണം നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേണ്ട ഏതൊക്കെ ചോദ്യങ്ങളാണോ എക്സാമിന് ചോദിക്കുന്നത് അതേ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എല്ലാ ദിവസങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് നമ്മളെ ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചതിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഒരു പ്രോബ്ലം തന്നെയാണ് ഇപ്പം നമ്മളെ ബോർഡിൽ കാണുന്നുണ്ടാവുക. പക്ഷേ അത് എക്സാമിന് ചോദിക്കുന്ന തരം ചോദ്യമാണ്. നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് അതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ ബോർഡിലെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവും, ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്താണ് ചോദ്യം? യെസ്, പ്രവർത്തനം എന്താണെടാ? 125നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 125നെ 8 കൊണ്ട് ഗുണിച്ചപ്പോൾ നിങ്ങൾക്ക് 1000 കിട്ടി. പക്ഷെ ചോദ്യം എന്താണ്? 125നെ 24 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും എന്നായിരിക്കും നിങ്ങളെ ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ഇവിടെ വരിക നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് അതിനെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ഒന്നും ഇല്ലേ, മലയാളം മീഡിയം മാത്രമാണോ എന്ന് വിചാരിക്കേണ്ടത്. നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ ഉണ്ട്. ഇഫ് 125 into 8 is equal to 1000, then 125 into 24 എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതൊരു പേജ് എടുത്തു. അതിൽ ആദ്യത്തെ നമുക്ക് തന്ന ആദ്യത്തെ കാര്യമാണ് 125നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 ആണ്. നമുക്ക് അറിയുന്ന ഒരു കാര്യം ചിന്തിക്കാം. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യത്തിൽ തന്ന കാര്യവുമായി എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ബന്ധമുണ്ടോ എന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സിമ്പിൾ അല്ലേ? എന്താ നമുക്ക് അറിയണ്ടേ? 125നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണെന്നറിയണം. ഓക്കെ, 24 എന്ന് പറയുന്ന നമ്പർ 8ഉമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഉണ്ട്. എന്ത് ബന്ധമാണുള്ളത്? 24നെ എനിക്ക് ഏത് രീതിയിൽ എഴുതാം? യെസ്, 8 into 3 എന്ന് എഴുതാം. എഴുതിക്കൂടെ? 8 into 3, 3 8 24 അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഇതേ ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 125നെ 8 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇല്ലേടാ, നിങ്ങൾക്ക് ഇപ്പം തന്നെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 125നെ 8 കൊണ്ട് അല്ലേ. ഇത് നേരെ ആദ്യം 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് 1000 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി ഈ കിട്ടിയ 1000നെ അടുത്തത് ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? യെസ്, 3 കൊണ്ട് കേട്ടോ. 1000നെ 3 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരമായിട്ട് കിട്ടിയിട്ടുണ്ടാവും 3000 അല്ലെങ്കിൽ 3000. ആദ്യം മക്കൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ചോദ്യത്തിനായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു ബന്ധം ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ തന്ന ബന്ധം എന്ന് പറഞ്ഞാൽ 24 എന്ന് പറഞ്ഞാൽ 8 into 3 ആണ്. ഓൾറെഡി ക്വസ്റ്റ്യനിൽ 125നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് 125നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന ഉത്തരത്തിനെ വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1000നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3000. ഇതുപോലെ തന്നെയാണ് നമ്മൾ ആരും ബി ക്വസ്റ്റ്യനും. ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ് ബി ക്വസ്റ്റ്യൻ? യെസ്, 900നെ 900ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 300 ആണെങ്കിൽ നമ്മളെ ചോദ്യം 900നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും എന്നാണ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് അതിൻ്റെ ആൻസറും കണ്ടുപിടിക്കാം. പിടിച്ചൂടെ? യെസ്, 900നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ തന്നിട്ടുണ്ട്? യെസ്, 300 300. ചോദിച്ച ചോദ്യം 900നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹരിച്ചാൽ എത്രയാണെന്നാണ്. അപ്പം നിങ്ങൾ ആദ്യം നോക്കുക, എന്തെങ്കിലും ബന്ധമുണ്ടോ? യെസ്, 3ഉം 15 തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. എന്താ ബന്ധം? യെസ്, 15നെ എനിക്ക് എങ്ങനെ എഴുതാം? 3 into 5 എന്ന് എഴുതാം. 3 5 അല്ലേ 15 എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഈ 900നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന ഉത്തരത്തിന് പിന്നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മളെ ആൻസറായി. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് പോലെ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു? 900നെ 3 കൊണ്ട് ഹരിച്ചു. അപ്പോൾ എത്ര കിട്ടി എനിക്ക്? 300. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടത്. ആ 300നെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 5 കൊണ്ടുകൂടെ ഹരിച്ചാൽ മതി. അപ്പം നിങ്ങൾ എളുപ്പത്തിൽ ഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. 30ൽ 5 എത്ര തവണ പോവും? 6 തവണ പോവും. 6 5 30. ദെൻ ഈ ബാക്കിയുള്ള ഒരു 0 ഇല്ലേ, അതുകൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടിയിട്ടുണ്ടാവും? 60 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് അവിടെ പെൻഡിങ് ഉണ്ടായിരുന്നു അല്ലേ, സി ക്വസ്റ്റ്യൻ. എന്താണ് സി ക്വസ്റ്റ്യൻ? 90 ബിസ്ക്കറ്റ് 15 കുട്ടികൾക്ക് വീതിക്കണം. വീതം ഒരുപോലെ ആകാൻ ഓരോരുത്തർക്കും എത്ര ബിസ്ക്കറ്റ് കൊടുക്കണം? സിമ്പിളായിട്ട് നിങ്ങൾക്കറിയാം, 90നെ 15 കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത് അല്ലേ. 90നെ 15 കൊണ്ട് ഹരിക്കാൻ എളുപ്പത്തിൽ ഇതുപോലെ നമ്മളിപ്പോൾ ചെയ്ത ഇതേ ഒരു പാറ്റേണിൽ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം വരിക എന്നുള്ളത് എൻ്റെ മക്കൾ ഓടി വന്ന് നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയാം. സോ എല്ലാവരും നമ്മളെ എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന അതേ ചോദ്യങ്ങളുമായിട്ട് ഇനിയും മിസ് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.